ഹലോ ഫ്രണ്ട്സ്, സൺഡേ മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അതെ, ഇന്നൊരു വാർത്താ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മുടെ അങ്കമാലി ജംഗ്ഷനിലെത്തുന്നതിന് മുമ്പ് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. ഒരു സീബ്ര ലൈൻ ഉണ്ട് അവിടെ. ഈ സീബ്ര ലൈൻ നമുക്ക് പകുതി ഭാഗത്തുള്ളൂ, പകുതി ഭാഗത്ത് സീബ്ര ലൈൻ ഇല്ല. അപ്പോൾ നമ്മൾ സിറ്റി ഷൂസിൻ്റെ ഭാഗത്തുനിന്ന് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് കടന്ന് KSRTCയുടെ അവിടേക്കാണ് കടന്ന് പോകാൻ നമ്മൾ ചെല്ലാണെന്ന് വെച്ചോ. ചെല്ലാണെങ്കിൽ പകുതി വരെ നമുക്ക് സീബ്ര ലൈനിൽ കൂടെ നടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പകുതി ഭാഗത്തേക്ക് സീബ്ര ലൈനില്ല. ഇപ്പോൾ ഈ സീബ്ര ലൈൻ വരയ്ക്കേണ്ടത് ചിലപ്പോൾ നാഷണൽ അതോറിറ്റിക്കാർ, ഹൈവേയുടെ അതോറിറ്റിക്കാരായിരിക്കും. പക്ഷേ ഇത് നമുക്കിപ്പോൾ നാഷണൽ ഹൈവേയിലും അവിടെയൊക്കെ പരാതി ചെയ്യാൻ നമുക്കിതിൻ്റെ കാര്യം ഇതാണെന്ന് പറഞ്ഞൊക്കെ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ട് അധികൃതരിലേക്ക് എത്താൻ പാകത്തിന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. കാരണം നമ്മൾ പകുതി വരെ നടന്നു വരുമ്പോൾ സീബ്ര ലൈൻ ഉണ്ട്, കൈ കാണിച്ച വണ്ടികൾ നിൽക്കുന്നുണ്ട്. അതും നിൽക്കുന്നില്ല കേട്ടോ. പക്ഷേ നമ്മൾ പകുതിക്ക് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് സീബ്ര ലൈൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്തിനു വണ്ടി നിർത്തണം എന്നുള്ള ചിന്തയായിരിക്കും അവർക്കും. നമ്മൾ കൈ കാണിക്കുമ്പോൾ നിർത്താനുള്ള മടിയുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇതിൻ്റെ ഇരയാവാതെ അല്ലെങ്കിൽ വാഹനം ഇടിച്ച് മരിക്കാൻ ആർക്കും ഇടവരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ സീബ്ര ലൈൻ ഇതാണ് കേട്ടോ. ഇത് നോക്കിക്കോട്ടെ. അപ്പോൾ ഞാൻ ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഞാൻ കിടക്കാൻ നിൽക്കുന്നത്. ഞാൻ ആ സീബ്ര ലൈനിൽ കൂടെ കിടക്കാം. ഞാനതിൽ കിടന്ന് വന്ന സമയത്ത് ഇങ്ങനെ പകുതി സ്ഥലത്ത് സീബ്ര ലൈൻ ഇല്ലാത്ത കണ്ടപ്പോഴാണ് ഞാൻ രണ്ടാമത് റിട്ടേൺ പോയിട്ട് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ അതാണ്ട ഒരു സീബ്ര ലൈനിൽ വണ്ടി കൊണ്ട് നിർത്തുന്നവരൊക്കെ എന്താ ചെയ്യണമെന്നുള്ളത് അത് ആരെങ്കിലുമൊക്കെ തീരുമാനിക്കുക. എന്തൊക്കെയാണ്, തമിഴ്നാട് വണ്ടിയാണ്. അവിടെ തമിഴ്നാട്ടിലൊന്നും ഈ നിയമം ഉണ്ടാവാൻ വഴിയില്ല സീബ്ര ലൈനൊന്നും. അപ്പോൾ കണ്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ സീബ്ര ലൈൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ അവിടെ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ലല്ലോ. അവിടെ വരുന്ന വണ്ടിക്കാർക്കും സീബ്ര ലൈൻ ഇല്ലാത്തവരൊന്നും പറയണ്ട, പകുതി വരെ ഉണ്ട് സീബ്ര ലൈൻ. അപ്പോൾ ഇത് നമ്മുടെ മുനിസിപ്പൽ അധികൃതരായാലും ആരായാലും ഇതിനകത്തൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒന്ന് ചെയ്യുക. അല്ലെങ്കിൽ MLAയിലേക്ക് എത്തിയാലും MLA ആയാലും പറഞ്ഞാൽ നടക്കുന്ന കാര്യമായിരിക്കും ഇതൊക്കെ. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് ജനങ്ങളുടെ ജീവന് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ കാര്യം മാറ്റണം എന്നാണ് ആവശ്യപ്പെടുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.